ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദിവസമായി. രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ പിന്നെ കുറച്ച് പൂളൊക്കെ കളിച്ച് അങ്ങനെ ഇന്നാണ്ട് കിടന്നു ഉറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് അധികം കാണിക്കാനൊന്നും ഉണ്ടായില്ല. ആഗ്രഹം എല്ലാവർക്കും ക്ഷീണമായി. എല്ലാവരും ചായ പറഞ്ഞിട്ട് ഞങ്ങൾ പോയി ചാടിക്കട്ടെ. ഞങ്ങൾ ഇന്നലെ കുളിച്ച് പൂളൊക്കെ ചെയ്തത് അതോടെ കാണിച്ചോട്ടാ. 4-5 മണിക്കൂറാണ് ഇതിൽ കിടന്ന് കുളിച്ചത്. അങ്ങനെ ഇനി ബാക്കിയുള്ളൊരു ഫാമിലി എല്ലാവരും ചാടി. ഞങ്ങൾ 3 ആൾക്കാരും കൂടെ ചാടിക്കത്തുള്ളൂ. ഞങ്ങൾ കിടന്ന് ഉറങ്ങിയില്ല. ക്ഷീണം കൊണ്ട് കുറേ നേരം കിടന്നു. പിന്നെ മിഞ്ഞാന്ന് ഞങ്ങൾ വരുമ്പോൾ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ ഞങ്ങളിതപ്പോൾ പോയി ചാടിക്കട്ടെ. എല്ലാവരും കുടിച്ചിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. പോയി നോക്കട്ടെ ചായ ഉണ്ടോ ഇല്ല എന്നുള്ള പോയി നോക്കട്ടെ ആദ്യം. അപ്പോൾ ഞങ്ങളിതപ്പോൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇതാ ഇവിടുന്ന് എല്ലാവരും ഇറങ്ങും. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എല്ലാവരും ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും ഏകദേശം കുറച്ച് ആൾക്കാർ മേലേക്ക് പോയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇവിടെ തന്നെ മേലേക്ക് ഒരു വണ്ടിയാണ്, ഒരു ജീപ്പുണ്ട്. ജീപ്പിലാണ് മേലേക്ക് ട്രിപ്പ് അടിക്കുക. കാരണം ബസ് കൊണ്ട് ഇറങ്ങാത്തതാണ്. അപ്പോൾ ഇനി ഞങ്ങൾ എന്തായാലും മേലെത്തിയിട്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് എടുക്കാന്നറിയില്ല. അവർ കൊണ്ടുപോകാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവിടെ പോയി കാണാം. ഭയങ്കര ട്രക്കിംഗ് എക്സ്പീരിയൻസ് പോയില്ലേ? ആ ബാക്കിയുള്ളവരൊക്കെ പിടിച്ചു നോക്കിട്ടാ ഇന്ന് ട്രക്കിംഗ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ ഫോട്ടോ വേണ്ടി ചെയ്യാറ. ഇങ്ങനെ മൂന്നാർ ഒരു ഡാമിൻ്റെ എത്തിയാണ്. വെള്ളം കുറവാണ്. വെള്ളം പോകും. ഡാം മഴ ചെയ്തിട്ടാ. മഴ ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേന് മഴ പെയ്ത് ആകെ ഉറപ്പായി. അവിടുന്ന് പെട്ടെന്ന് തിരിച്ച് അവിടെ തിരിച്ചിട്ട് ഇങ്ങനെ പോണ്. എല്ലാവരും കയറി പോവാ. കാരണം ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ അതെല്ലാവരും കയറി പോവാണ്. എങ്ങണ്ടാ സിറ്റ്കോൺ എങ്ങണ്ടാ വിജുവാ? ഇങ്ങനെ നോക്കേ. ഇത് വേണങ്ങല്ലേ? ഇത് പെണങ്ങലടോ. ഇവിടെ നോക്ക്. ആടാ അതിപ്പോ അവിടെ പോയി നല്ല പിക്ക് എടുക്കായിരുന്നു. കോസ്റ്റ്യൂമിൽ പിക്ക് കൊടുത്തില്ല. ആ ക്യാരറ്റ് വെച്ചാടാ ഹോസേ. മറ്റേ കവർന്ന് വരിക. വേറെ ഒന്നും എനിക്ക് തിന്നാൻ കിട്ടില്ലേ? ഇത് ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം അല്ലേ? കാണിച്ചുതരാം. ഓരോരുത്തരും അതിന്റെ പരിചയപ്പെടുത്തില്ല. ജന്നെ തന്നെ പരിചയപ്പെടുത്തി കൊടുത്തോളാം. മൂത്തമാന്റെ മോനാണ്. ഫാസിലിന്റെ മോനാണ്. എന്താണ് +2 പഠിക്കണത്. ഏറ്റവും കോസ്റ്റ്ലി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരാളാണ്. ഫുഡ് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ? നമുക്ക് എന്താ ഫുഡ് എന്താ നോക്കിട്ട് വരാം. ഫുഡ് കാര്യങ്ങളൊക്കെ എന്താ നോക്കട്ടെ. ചിക്കൻ കറി നെയ്ച്ചോറും എനിക്ക് പറ്റില്ല. എനിക്ക് ബിരിയാണി വേണം. ഞാൻ എന്നോട് എനിക്ക് ബിരിയാണി വേണോ? ഓപ്പൺ ചെയ്യണ വീഡിയോ എടുത്തോ. ഓപ്പൺ ചെയ്യുകയാണ്. ഫുഡ് ഇട്ടുള്ളൂ. അതെ, ഇവിടെ ഹോട്ടൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഫുഡ് ഇട്ടുണ്ടായി. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഹോട്ടലിൽ ഞങ്ങള് ചിക്കൻ കറി വിത്ത് വൈറ്റ് റൈസ്. ഓക്കെ.
ഓക്കെ തെറ്റൊന്നുമില്ലല്ലോ അല്ലേ കറക്റ്റ് പറഞ്ഞേ. അപ്പൊ റൈസ് ഇന്നെടുക്കട അച്ചാറുള്ളില്ല. നെയ്ച്ചോ എല്ലാരും റോഡ് സൈഡിൽ പ്ലേറ്റ് ഇതോ ഏകദേശം എല്ലാവരും വാങ്ങിന്. എല്ലാവരും നമുക്ക് ഫുഡ് എങ്ങനെയുണ്ട് ചോദിച്ചു നോക്കാം. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇൻക്ലൂഡ് ചെയ്യണല്ലോ ഇപ്പൊ ഈ വ്ളോഗില്. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ എങ്ങനെയുണ്ട് മക്കളെ ഫുഡ്? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്ന് എവിടെയും പോയിരുന്ന് കഴിക്കട്ടാ. എങ്ങനെയുണ്ട്? അടിപൊളിയാ. അടിപൊളി. ഇത് ഫുഡ് കഴിക്കണില്ല? അന്നപ്പോ ഫുഡ് കഴിച്ചു. എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളിയല്ലേ? എന്നാ വെള്ള ഡ്രസ്സിലൊന്നും ആവണ്ട, അവിടെ പോയിരുന്ന് കഴിച്ചോ. ഇത് ഉമ്മേണ്ടാ മണ്ടു നോക്കട്ടെ. നിങ്ങള് ക്യാമറ പേടിയാന്ന് വിചാരിക്കും, പക്ഷെ ക്യാമറ പേടിയില്ല. അപ്പൊ ഗൈസ്, അപ്പൊ ഇനി ഞങ്ങളെല്ലാം ചോർന്നിട്ട് മറ്റൊരു ക്യാമറ പിടിക്കാൻ ആരുമില്ല. ഫുഡ് കഴിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാം കേട്ടോ. മറ്റെന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാരും ഫുഡ് കഴിക്കാം. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് തന്നെ എന്താ പറയാ ക്യാമറ പിടിച്ചു കഴിഞ്ഞാല് പിന്നെന്താ പറയാ എന്റെ ഫുഡ് ബാക്കിയാവും. ഓക്കെ, എന്താ ഇവിടെ പണിയാ? എല്ലാരും വെള്ളം എടുക്ക. മൂത്രയ്ക്കുന്ന ആളൊന്നും കാണട്ടെ. ആരട്ടടിച്ച് അന്നെ കാണിച്ച എവിടെ അട്ടടിച്ച്? കാൽമോടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായി നിനക്ക്? മുക്ക് ആര്? ഞാൻ മുക്കിയാ? പക്ഷെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായി നിനക്ക്? അതിന്റെ വെള്ളം കുടിച്ചോണ്ടാണോ? ഇത് എക്കോ പോയിന്റ് ആട്ടോ. അത്യാവശ്യം കാണാനും കാര്യങ്ങളൊക്കെ രസമുണ്ട്. അപ്പൊ അന്നൊരു ഫാമിലി ഫോട്ടോ എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി. ഇവിടെ കുറെ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. പോയേക്കട്ടെ, എന്താ അവസ്ഥ പോയേക്കട്ടെ. ഇവിടെ നോക്കി ഇറങ്ങിക്കൊള്ളിട്ടോ. അതെ, എനിക്ക് വീണ് കഴിഞ്ഞാൽ ക്രീച്ച് കൂടുവേ. ഒക്കെ ചെറിയ ചെറിയ മീനുകൾ ഫുൾ മീനാണ്. എങ്ങനെ പിടിക്കണത് നമുക്ക് ഇവരെ ഇത് നോക്കി വെക്കുക. എങ്ങനെ ഇവരെ എങ്ങനെ പിടിക്കണം, മീൻ പിടിക്കണം നോക്കുക. ഇറച്ചി വന്നു ഇട്ട് കൊടുത്തിട്ട് തോന്നുന്നുണ്ട് അല്ലേ? മീൻ കിട്ടുമെന്ന് കാണില്ല. നമ്മൾ വന്നിട്ട് മീനൊന്നും കൊടുക്കണില്ലല്ലോ. അവിടെ കിട്ടി. മാതാ ബാക്കിൽ നിന്ന് വല്ലാതെ വലിക്കുമ്പോ കണ്ണുക്ക് വിട്ടിട്ടാ കാണിച്ചോ. മീൻ കാണിച്ചോ. അതാ മീൻ ഇത് ഞങ്ങള് പയ്യനങ്ങാടി ഫ്രീക്കൻ. ഇതാ പയ്യനങ്ങാടിയിലെ ഫ്രീക്കനാട്ടാ. തിരൂർ പയ്യനങ്ങാടി ഫ്രീക്കൻ. അങ്ങനെ അവരൊക്കെ മീൻ പിടിക്കണൊക്കെ കണ്ട്. പക്ഷെ അവർക്ക് ചെറിയ ചെറിയ മീനാണ്. അവര് സമയം കയറാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ കട്ടണ അതിനെ പറഞ്ഞേ. ഇത് ഭയങ്കര കട്ടേനെന്ന്. രസമാ കൂവിക്ക നോക്കട്ടെ. എനിക്ക് കൂവാൻ അറിയാം നോക്കട്ടെ. കൂവിക്ക ഓർക്കനെ ഓർക്കനെ കൂവ്. ഇതൊരു പാട്ടടിക്കാം നോക്കട്ടെ. പാട്ടടി ഓർക്കനെ ഇവിടെ കേക്കാം. ഈ പാട്ടടിക്കാം. ഒരു പാട്ട് പാടും. പാട്ടറിയില്ല? ഇവള് പാടിത്തരും. ലീനക്കറിയാം പാട്ടടെ. നിങ്ങൾ രണ്ടാളും കൂവിക്കണം. ആരൊറ്റ ഉറക്കനെ കൂവട്ടെ. കൂവിട്ടപ്പോ ക്യാമറ ഇങ്ങോട്ട് ഇളക്കി. എനിക്ക് കൂക്കിടണ പോസിങ്. അതിശക്തമായ വീഡിയോ എടുക്കലാണ് ഉമ്മ. ഇതാ കണ്ടോളി. ഇമ്മ ഇതാ ക്യാമറിനെ പേടിച്ച് മണ്ടുന്നു. ഉമ്മ ഒന്നും നോക്കി. ഉമ്മ എവിടേക്കപ്പറ്റി പോണ് ബ്ലോഗ് ചെയ്തിട്ട്? ടോയ്ലറ്റ് ബ്ലോഗ് ചെയ്യാൻ അത് അവിടെ അപ്പുറത്ത്. ടോയ്ലറ്റിൽ റിവ്യൂ എടുക്കണം.
ഹായ് ഗൈസ്. അങ്ങനെ 2 ദിവസം മൂന്നാമത്തെ ട്രിപ്പ് കഴിഞ്ഞ് ഇന്ന് വീട്ടിൽ തിരിച്ചെത്തി. ഇന്ന് പുലർച്ചെ 4 മണിയായപ്പോഴാണ് നമ്മൾ വീട്ടിലെത്തിയത്. അങ്ങനെ വന്ന് നല്ലോണം കിടന്നുറങ്ങി. ഇപ്പോൾ ഒരു കുറച്ചേരായിട്ടുള്ളൂ എണീച്ച് ഫുഡൊക്കെ കഴിച്ച്. ഇപ്പോൾ അത് അപ്പോഴാണ് വീഡിയോ എടുക്കാൻ മറന്നല്ലോ എന്നുള്ള ചിന്ത വന്നത്. പിന്നെ ഏതായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അഞ്ചിനും കുട്ടി ഇങ്ങനെ വന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇന്ന് പിന്നെ മാത്രമല്ല, ഇന്ന് ഞാൻ രാവിലെ കാരണം ഇന്ന് 16-ാം തീയതി, മെയ് 16-ാം തീയതിയാണ്. ഇന്നൊരു ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇന്നൊക്കെ ഒരു സ്പെഷ്യലാണ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേന്. കാരണം ഞാൻ പോലും ഓർമ്മ ഉണ്ടായില്ല എന്നാണ് എൻ്റെ ബർത്ത്ഡേ എന്നുള്ളതിൻ്റെ കാര്യം ഓർമ്മ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ വരെ മറന്നിരുന്നു. കാരണം ട്രിപ്പിൻ്റെ തിരക്കും കാര്യം അവിടെ പോയി എൻജോയ് ചെയ്ത് കാര്യങ്ങളൊക്കെ ആയപ്പോൾ കസിൻസിൻ്റെ കൂടെ കളി ചിരി അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ വരെ മറന്നുപോയി ഇന്നാണ് ബർത്ത്ഡേ എന്നുള്ള കാര്യം. ഞാൻ മറന്നു. എനിക്ക് മുന്നേ ഓർമ്മ ഉണ്ടായിരുന്നു, 3 ദിവസം മുന്നേ ഓർമ്മ ഉണ്ട്. പക്ഷേ ഇന്നലെ വന്ന് കിടന്നപ്പോൾ നേരം വൈകിയപ്പോഴൊക്കെ പാടിയായപ്പോഴേ ഞാൻ മറന്നിരുന്നു. പിന്നെ ഒന്ന് ഫ്രണ്ട്സ് വിളിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് ഞാൻ എന്നാണ് ബർത്ത്ഡേ എന്നുള്ള കാര്യം ഓർമ്മിച്ചത്. നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ ബർത്ത്ഡേ വിളിച്ച് ഓർമ്മപ്പെടുത്തുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യണം കേട്ടോ. അങ്ങനെ ഇന്നൊരു സ്പെഷ്യലാണ്. ഇപ്പോൾ അതാ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നുവെച്ചാൽ പുറത്ത് ഹോട്ടലിലൊക്കെ പോയി ഫുഡ് കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്താ പറയാനുള്ളത് വെച്ചാൽ, നിങ്ങൾ അങ്ങനെ ആരും നല്ല കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യാം. കാരണം എന്നും നല്ലൊരു കൂട്ടുകാർ നമുക്ക് എന്നും നല്ലതാണ്. അവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും നമ്മളെ കൂടെ കട്ടക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല കൂട്ടർ എന്നും ചേർത്ത് പിടിച്ചിരിക്കുക. കാരണം ജീവിതത്തിൽ അവർക്ക് ഒരു നല്ലൊരു മെമ്മറീസും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ ഇതും കൂടിയിൽ ഞാൻ ട്രിപ്പിൻ്റെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറ്റും ഓർമ്മ ഉണ്ടായില്ല. ഇന്ന് രാവിലെ അവർ വിളിച്ചിട്ട് ഒരു ഏകദേശം ഒരു 12 മണി ആ ടൈമിൽ അവർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു റെഡി ആയി നിൽക്കുക പറഞ്ഞിട്ട് എന്നോട് വിളിച്ചിട്ട്. അപ്പോൾ അവരൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ എന്നോട് പറഞ്ഞത്. പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇന്നിൻ്റെ 16-ാം തീയതി ആണല്ലോ എൻ്റെ ബർത്ത്ഡേ എന്നുള്ളല്ലോ എന്നുള്ള ഒരു ആലോചനക്ക് വന്നത്. അങ്ങനെയൊക്കെ. അപ്പോൾ എന്താ പറയുക വെച്ചാൽ, നിങ്ങളെല്ലാവരും മാക്സിമം ഈ വീഡിയോസ് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. കാരണം എൻ്റെ ഫസ്റ്റ് വ്ളോഗാണല്ലോ, നിങ്ങൾക്ക് അറിയാലോ. ഞാൻ വേറെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ബാക്കി കാര്യങ്ങളൊന്നും പറയണില്ല. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത് എല്ലാവരോടൊന്നും സപ്പോർട്ട് ചെയ്യാൻ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ഞാൻ ഇതേമാതിരി. ഇപ്പോൾ ഈ വീഡിയോയിൽ കുറേ തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടാവും. കാരണം എനിക്ക് അറിയാം. കാരണം ഞാൻ ഇപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ കയ്യും കാലൊക്കെ വിറക്കുന്നുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നതൊക്കെ അറിയാം, നിങ്ങൾക്കും അറിയാലോ. അപ്പോൾ അതിൻ്റെതായ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ മാക്സിമം ഞാൻ ഇനിയൊന്നും നല്ല വീഡിയോസ് അത്യാവശ്യം ഇട്ടിട്ട് ഞാൻ എന്തായാലും അതൊക്കെ ഞാൻ കൂളാവും തോന്നുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ എന്തായാലും ഞാൻ ഇനി ഇതേമാതിരി എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റായി പറ്റിയ വീഡിയോസ് ഞാൻ എന്തായാലും ഇടാം. അപ്പോൾ അതുവരെ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇത് കാണുക, വീഡിയോസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കാര്യങ്ങളൊക്കെ ഇട്ടാം. അപ്പോൾ ഓക്കെ, ബൈ.